ബഹുമാന്യരായ സഹപ്രവർത്തകരെ, ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ആം ആദ്മി പാർട്ടി ഇന്നിവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം എന്തെന്ന് മുൻ പ്രാസംഗികർ സൂചിപ്പിക്കുകയുണ്ടായി. സാധാരണക്കാരുടെ ഇടത്തരം കുടുംബങ്ങളുടെയും ആശ്രയമായി മാറിയിട്ടുള്ള സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സംവിധാനമായ സപ്ലൈകോയില് 13 ഇനം സബ്സിഡി സാധനങ്ങൾ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേവലം ഒരു സാധനം മാത്രമേ സബ്സിഡി ഐറ്റമായിട്ട് അവിടെ വിതരണം ചെയ്യപ്പെടുന്നുള്ളൂ. ഈ ശോചനീയാവസ്ഥ നാട്ടിലെ വൻപിച്ച വിലക്കയറ്റത്തിനുമെല്ലാം ഇടയാക്കിയിട്ടുണ്ടെന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. അതിനൊരു മോചനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് സപ്ലൈകോയുടെ മുമ്പിൽ നടന്ന ധർണയുടെ അവസാന ഭാഗമെന്ന നിലയിലാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരള സർക്കാരിന്റെ കഴിഞ്ഞ 6-7 വർഷമായി അവർ ചെയ്തു വരുന്ന ധൂർത്തും കൊള്ളയും വെട്ടിപ്പും തട്ടിപ്പും മൂലം സംസ്ഥാനം ഒരു വലിയ വൻ കടക്കടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ UDF-ന്റെ കാലത്ത് അവശേഷിച്ച 1.5 ലക്ഷം കോടിയോളം വന്ന കടബാധ്യത ഏതാണ്ട് 7 വർഷം കഴിഞ്ഞ 7.5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അത് 4 ലക്ഷം കോടിയിലേറെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പരിപാടിക്കും ഒരു ഫണ്ട് പോലും അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് സംസ്ഥാനം വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിന് അതിന്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കിയത് ഈ സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വിഷയമില്ല. നമുക്കറിയാം, കേരളയിലെ ഫോൺ തുടങ്ങിയ തോന്നിവാസ പദ്ധതികൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നതിനും കേരളീയം നടത്തുന്നതിനും അതുപോലെ നവകേരള സദസ് എന്ന് പറഞ്ഞ് ദൂർത്ത് നടത്തുന്നതിനും ഒക്കെ അവർക്ക് ഫണ്ടുണ്ട്. നമുക്ക് സാധാരണക്കാർക്ക് ചെറിയ ആനുകൂല്യങ്ങൾ ചെയ്യുന്നതിനും അവർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിനും ഒന്നും ഫണ്ടില്ല പോലും. എല്ലാ പെട്രോളിനും എല്ലാവരിൽ നിന്നും പെട്രോളിനും ഡീസലിനും 2 രൂപ വീതം പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് ഏർപ്പെടുത്തിയിട്ട് ആ തുകയും കൂടി എടുത്ത് കുട്ടടിച്ചൊരു സംസ്കാരമാണ് കേരളത്തിന്റെ ഭരണാധികാരികൾക്കുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കടമയാണ്. നമുക്കറിയാം, ഓരോരുത്തരെയൊക്കെ ഓരോ വിലങ്ങുകളായിട്ട് ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തൊഴിലുറപ്പ് എന്ന പേരിലും കുടുംബശ്രീ എന്ന പേരിലും പാവപ്പെട്ട വനിതകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇതുപോലെ എല്ലാ മേഖലകളെയും അവരുടെ കുറെ ഗുണ്ടായിസവും കുറെ ഡിവൈഎഫ്ഐയുടെ കുറെ പിള്ളേരും, കാരണം നമ്മൾ കണ്ടു നവകേരള സദസ്സിന് പോലീസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഡിവൈഎഫ്ഐ പിള്ളേരാണ്. ഈ രീതിയിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പണ്ട് വെസ്റ്റ് ബംഗാളിലെല്ലാം ഈ രീതിയിൽ പോയിട്ടാണ് അവർ നാമാവശേഷമായി മാറിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് സംസ്ഥാന സർക്കാരിന്റെ ദൂരത്തിനെതിരായിട്ടും അതുപോലെ ഈ കടം കയറ്റി, അതായത് കേന്ദ്ര ഗവൺമെന്റിന് സമരം നടത്താൻ പോകുന്നു. എന്താണ് അവരുടെ ആവശ്യം? കടം വാങ്ങാൻ, കൂടുതൽ തുക കടം വാങ്ങാൻ അനുവദിക്കണം പോലും. സംസ്ഥാന സർക്കാർ തങ്ങളിൽ ലഭ്യമായ ഫണ്ടുകളെല്ലാം ദുർവിനിയോഗം ചെയ്തിട്ട് മറ്റുള്ളവരെ വീണ്ടും കടമെടുത്ത് നമ്മളെ കിട്ടാക്കടത്തിലാക്കുന്ന ഒരു അവസ്ഥ പുതിയ ഏത് സർക്കാരും ഏറ്റെടുത്ത പോലും മുന്നോട്ട് പോകാവുന്ന അവസ്ഥ ഈ സർക്കാർ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ പുതിയ സംരംഭങ്ങള് ഒന്നുപോലും ആരംഭിക്കാൻ സാധിക്കുന്നില്ല. ഈവൻ ഒരു ചെറിയ മുറുക്കാൻകട ആരംഭിച്ചാൽ പോലും ഉദ്യോഗസ്ഥന്മാരുടെ തേർവാഴ്ചയും രാഷ്ട്രീയക്കാരുടെ പിരിവും മൂലം നമുക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കാവുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സംരംഭം പോലും തുടങ്ങാൻ ഈ നാട്ടിലെ ആളുകൾക്കറിയുന്നില്ല, സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ ചെയ്യുന്ന 2 കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കാം. 1986 മുതല് സംസ്ഥാനത്ത് നടന്ന എല്ലാ ഭൂമി കച്ചവടത്തിനെയും താരിഫ് വിലയിൽ കുറവെന്നുള്ള പേരില് അവർക്കെല്ലാം നോട്ടീസ് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് വൻതുക ഈടാക്കാനുള്ള സാഹചര്യമാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിവിധ കാലഘട്ടങ്ങളില് ഭൂമി വില വളരെ ചെറുതായിരുന്നു എന്നറിയാം. 2007-2010 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേവലം 10-15 ലക്ഷം രൂപ ഏക്കറിനുണ്ടായിരുന്ന കാലഘട്ടവും നമ്മളുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതിനെല്ലാം 86 മുതലുള്ള വസ്തുവിനെല്ലാം ഇപ്പോഴത്തെ താരിഫ് വിലയുടെ അടിസ്ഥാനത്തില് അതിന് നികുതി അടയ്ക്കണമെന്ന് പറഞ്ഞാല് ഈ സാധാരണ കർഷകര് അവർക്ക് എന്ത് വരുമാനം എടുത്ത് അടയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. 250 രൂപയോളം റബ്ബറിന് വില കൂട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവര് ഇപ്പോൾ ഇന്നലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് 150 ആക്കാമെന്നാണ്. ഇതൊന്നും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഒരു പരിപാടിയും നടത്തുന്നില്ല. അതുപോലെ തന്നെ
95-ന് ശേഷം പറഞ്ഞ എല്ലാ കെട്ടിടങ്ങൾക്കും അധിക നികുതി ഈടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടക്കുന്നത്. ഇവർ ചെയ്ത ധൂർത്തിന്റെ ഫലമായി സംസ്ഥാനത്തിനുണ്ടായ ദാരിദ്ര്യത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ബജറ്റിൽ നമ്മൾ കണ്ടു, ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് 2 ഗഡു ക്ഷാമബത്ത അനുവദിക്കുന്നു പോലും. സംസ്ഥാനത്തിന് ഫണ്ടില്ലാത്തപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വർഗീയ പീഡനത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാനത്തെ കടക്കടയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിന് വരുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കോവിഡ് കാലത്ത് എല്ലാവരും വളരെ ദുരിതം അനുഭവിച്ച് സാമ്പത്തിക വൈഷമ്യം അനുഭവിച്ച കാലത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള വർധന നടത്തിക്കൊണ്ട് 14,000 കോടി രൂപ ബജറ്റ് വകയിരുത്തുകയുണ്ടായി. പക്ഷേ ആ വർഷം അവസാനിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ആ വർധനയുടെ പേരിൽ സംസ്ഥാനം കൊടുക്കേണ്ടി വന്നത് 24,700 കോടി രൂപയാണ്. ഈ രീതിയിലാണ് ഓരോ വർഷവും മുന്നോട്ട് പോകുന്നത്. KSRTC ശമ്പളം കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് അലവൻസുകളും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ ശൃംഖലികളായിട്ട് കുറെ പേരെ വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമം. സാധാരണക്കാരായ കർഷകര് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വില ലഭിക്കാതെയും അവർക്ക് ഒരു ചെറിയൊരു സംരംഭം പോലും ആരംഭിക്കാൻ ഇല്ല സാഹചര്യം സൃഷ്ടിക്കാത്ത രീതിയിലും അവർ മനുഷ്യരെ വളരെ ദുർഗതിയിലേക്ക് നയിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ദുർച്ചെലവുകൾ സംസ്ഥാന ഗവൺമെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ പഞ്ചാബിലും ഡൽഹിയിലും ആം ആദ്മി പാർട്ടി ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഡൽഹിയിൽ 30,000 കോടിയോളം കുടിശ്ശികയുണ്ടായിരുന്ന തുക ഒരു പ്രത്യേകമായ യാതൊരു നികുതിയും ഏർപ്പെടുത്താതെ തന്നെ ദുർച്ചെലവുകൾ അവസാനിപ്പിച്ചുകൊണ്ട് തികച്ചും പൂർണ്ണമായിട്ട് വീട്ടിൽ നിന്നും മിച്ചം പിടിക്കുന്നതിന് ഡൽഹി സംസ്ഥാനത്തിനായിട്ട് ഇന്ത്യയിലെ ഏക മിച്ച സംസ്ഥാനമായി മാറിയത് ഡൽഹി സർക്കാരാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പഞ്ചാബിലും അതേ നടപടികൾ ചെയ്യുന്നു. അവിടെ പഞ്ചാബിലും ഡൽഹിയിലും വളരെയേറെ ആനുകൂല്യങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും ഏതാണ്ട് 15,000 കോടി രൂപ 15,000 രൂപയോളം പ്രതിമാസം ഓരോ കുടുംബങ്ങൾക്കും വരുമാനത്തിൽ ശോഷണമുണ്ടാകാതെ സംരക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ കേരളം ഓരോ ദിവസവും ജനങ്ങളെ ചൂഷണം ചെയ്യാനുള്ള പുതിയ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഒരു വാഹനവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയല്ല. എവിടെ നിന്നാണ് 1,000 രൂപയെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് പിരിക്കാൻ എന്നതാണ് അവരുടെ ശ്രദ്ധ. ഇവിടെ 2 വരുമാന മാർഗങ്ങളാണ് സംസ്ഥാനം കണ്ടുവച്ചിരിക്കുന്നത്, ലോട്ടറിയും മദ്യവിൽപ്പനയും. മദ്യവിൽപ്പന എന്ന് പറയുന്ന നമുക്കറിയാം ഏറ്റവും സാധാരണക്കാരാണ് കൂടുതലും മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് 1000 രൂപയ്ക്ക് പഠിക്കുന്നിടത്ത് 10-700 രൂപ മദ്യത്തിന് ചെലവഴിക്കേണ്ടതായ സാഹചര്യത്തിലോട്ടാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിച്ചച്ചട്ടിയിൽ കൈയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ലോട്ടറി എന്ന വ്യാമോഹത്തിലും മദ്യം എന്ന വ്യാമോഹത്തിലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ സംസ്ഥാനത്തിന് പുതിയ യാതൊരു വരുമാനത്തിന് മാർഗമില്ലാതെ സംസ്ഥാനത്തിന്റെ വരുമാനത്തെ ദൂർത്തടിക്കുന്ന നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുവാൻ UDF LDF തയ്യാറാകുന്നില്ല. BJPയും അതിന് ചെറിയ കാരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനം സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ വരികയും സംസ്ഥാനത്തിന്റെ വരവും ചെലവും ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന വർഷം സംസ്ഥാനത്തിന്റെ കടക്കടയിൽ നിന്ന് 4-5 വർഷം കൊണ്ട് തന്നെ മോചിതമാക്കാൻ സാധിക്കും. അതുപോലെ ക്ഷേമ പെൻഷൻ ആണെങ്കിൽ പോലും സാധാരണക്കാർക്ക് കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കാനാവും. അതിനൊക്കെ നിങ്ങളുടെ ഏവരുടെയും പിന്തുണ നൽകണം. നമുക്കൊരു മാറ്റം ആവശ്യമാണ്. മാറേണ്ടത് നമ്മളാണ്. നമ്മൾ ഒരുമിച്ചാൽ മാത്രമേ മാറ്റം ഇവിടെ സാധ്യമാകുകയുള്ളൂ. ഞങ്ങളെ പോലെ കുറച്ചുപേര് മാത്രം അതിനുവേണ്ടി മെനക്കെട്ടാൽ അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ നീക്കം. എല്ലാവരെയും പിന്തുണ ആം ആദ്മിയുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രണ്ട് വാക്ക് വിളിച്ചിട്ടു